ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പാർട്ട് 2-ൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആഴമേറിയ താഴ്വരകളെ വിളിക്കുന്നത് എന്താണ്? ഗിരികന്ധരങ്ങൾ. ഗിരികന്ധരങ്ങൾ എന്താണെന്ന് ഇപ്പറേ വിശദമായിട്ട് പറയുന്നുണ്ട്. കണ്ടോ, ഗിരികന്ധരത്തിൻ്റെ ഇമേജ് തന്നിട്ടുണ്ട്. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇങ്ങനെ പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. ഏതെല്ലാമാണെന്ന് നോക്കാം. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഈ 3 വിഭാഗങ്ങളെയും 3 കളറുകളിലായിട്ട് മാപ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഗ്രീൻ പടിഞ്ഞാറൻ ഹിമാലയം, നടുക്ക് മധ്യ ഹിമാലയം, ഗ്രേ കളറിൽ കിഴക്കൻ ഹിമാലയം. ഇനി ഈ വിഭാഗങ്ങളെ വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. സിന്ധു കണ്ടോ, യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ടിക്കും ചെയ്തിട്ടുണ്ട് റെഡ് കളറിൽ. കാളി നദി കണ്ടോ, ടീസ്റ്റ നദി, ബ്രഹ്മപുത്ര. ഇനി നമുക്ക് ഈ ടേബിൾ ഒന്ന് വായിച്ചു നോക്കാം. പടിഞ്ഞാറൻ ഹിമാലയം വേർതിരിക്കുന്ന നദികൾ സിന്ധു, കാളി. മധ്യ ഹിമാലയം കാളി, ടീസ്റ്റ. കിഴക്കൻ ഹിമാലയം ടീസ്റ്റ, ബ്രഹ്മപുത്ര. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു ക്ലാസിഫിക്കേഷനാണ്. ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ, അതായത് നമ്മളിപ്പോൾ കണ്ടത് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ, കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായി തിരിക്കാം. അപ്പം നമുക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ 3 ക്ലാസിഫിക്കേഷൻസും അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടാം.